നമ്മളൊരു കച്ചയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വെയിറ്റ് ചെയ്യാൻ സെൻറ്റമ്പർ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടിയില്ല സെൻറ്റമ്പറിൽ. മെല്ലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഷോൾഡർ ചെക്ക് ചെയ്ത് ഞാൻ ഉള്ളിൽ കയറി പിന്നെ യൂട്ടേൺ അടിക്കാൻ പോകണം. അപ്പോൾ ഈ സിക്സാക്ക് ലൈനും ലോങ് ലൈനൊക്കെ ഒന്ന് തന്നെ, അതിൽ റോഡ് മുറിയരുത്. ഓക്കെ, പെഡഷൻ ഉണ്ട്. ലെഫ്റ്റും റൈറ്റും വെട്ടി ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കി നമ്മൾ റൗണ്ട് ബോട്ടിൽ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2 ട്രാക്കാണ്, ഉള്ളിലും 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ 3 ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് ട്രാക്ക് മാറണം. ഓക്കെ, യൂട്ടേണാണ് അടിക്കുന്നത് ഞാൻ 30 കിലോമീറ്റർ 30 കിലോമീറ്റർ സ്പീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. 35 40 ഒക്കെ പോയി ഞങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൊടുത്ത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെക്ക് ചെയ്തറിയാം. വണ്ടി നമ്മളെ കൺട്രോൾ കിട്ടില്ല. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, ചെറിയൊരു എക്സലേറ്റർ മെല്ലെ കൂട്ടുക, സ്പീഡ് ചെറുതായിട്ട് കൂട്ടി സെൻറ്റമർ ചെക്ക് ചെയ്തു. ഇപ്പോഴും സീബ്രയാണ് ലെഫ്റ്റും റൈറ്റും ഹെഡ് ചെക്ക് ചെയ്യണ ആളുണ്ടെങ്കിൽ നിർത്തി കൊടുക്കുക. ഹസാർഡ് ഇട്ടിട്ടേ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളൂ. ബ്രേക്ക് ചെയ്തിട്ട് ഹസാർഡ് എടുത്ത് പിന്നെ വണ്ടി ബാക്കിൽ വരുന്ന വണ്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നോക്കി ഇപ്പോൾ ഇവിടുന്ന് ഞാൻ റൈറ്റ് ലൈന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി റൈറ്റ് സൈഡിൽ ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിനെ സെൻറ്റമറിൽ കാണണം. അപ്പോൾ നമ്മൾ സെൻറ്റമർ റൈറ്റും ഷോൾഡറും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെല്ലെ വണ്ടി ഉള്ളിലെത്തി. സെയിം അത് മുന്നത്തെ വീഡിയോയിലും അതേപോലെ തന്നെ ലൈന് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് മാക്സിമം 2 ട്രാക്ക് ആണെങ്കിൽ 2 ട്രാക്ക് ഉണ്ട്. അപ്പോൾ പരമാവധി 60 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 50 വരെയൊക്കെ പോയിട്ട് നമ്മൾ ബോർഡ് കാണുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം. ഓക്കെ, പുള്ളി വണ്ടി വളരെ സ്ലോയിൽ പോകണം. നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്യണം. സെൻറ്റമർ നോക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്ലൈൻഡ് സ്പോട്ട് ലെഫ്റ്റ് ഷോൾഡർ ബാക്ക് ഹെഡ് തിരിഞ്ഞ് നോക്കിയ പാട്, അതായത് ബാക്കത്തെ ട്രാക്ക് കാണണം നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ. അതിൽ കാലിയാണെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു ഉള്ളിലെത്തി. ഇനി ഇൻഡിക്കേറ്റർ കട്ട് ചെയ്തു. റൗണ്ട് അബൌട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് 60 വരെയുണ്ട് സ്പീഡ് ലിമിറ്റിൻ്റെ. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. റൈറ്റ് മിറർ ഷോൾഡർ ചെക്ക് ചെയ്തതിന് പിന്നെ വണ്ടി നമ്മളുടെ ഉള്ളിലെത്തി. സെൻറ്റമർ ചെക്ക് ചെയ്ത പാട് ഇൻഡിക്കേറ്റർ കട്ട് ചെയ്തു. ഈ എക്സിറ്റ് എത്രയും മുന്നേ ഇൻഡിക്കേറ്റർ കട്ട് ചെയ്യുന്നല്ല. അതേ റൗണ്ട് അബൌട്ട് നോക്കി 2 എക്സിറ്റുള്ള റൗണ്ട് അബൌട്ട്. ഉള്ളിൽ 3 ട്രാക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ പരമാവധി ഉള്ളിൽ 3 ഉണ്ടാകുമ്പോൾ ഈ മുകളിലത്തെ ട്രാക്ക്. ഓക്കെ, അവിടെ ഓപ്പോസിറ്റ് എനിക്ക് 3 ഉള്ളത് അറിയാം. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാനുണ്ട്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, ഇനി ഇവിടുന്ന് സെൻറ്റമർ ചെക്ക് ചെയ്ത് വണ്ടി ബാക്കിലൊന്നുമില്ല. ലെഫ്റ്റ് മിറർ നോക്കി ഷോൾഡർ ചെക്ക് ചെയ്തിട്ട് മെല്ലെ മുന്നിൽ. ഓക്കെ, റൈറ്റിൽ വണ്ടി ഉള്ളതുകൊണ്ട് അവർ നമ്മൾ നോക്കണം. നമ്മൾ മെല്ലെ 2 സൈഡും ഹെഡ് ചെക്ക് ചെയ്ത് പെഡസ്ട്രിയനിൽ ബാക്കിൽ ഇറങ്ങി അവിടെ സ്പീഡ് കൂട്ടി. സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കുക. പാർക്കിങ്ങിൽ വരുന്ന വണ്ടികൾ ബാക്ക് റിവേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ കാണുന്നുണ്ടെങ്കിൽ ഹസാർഡ് ഇട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, നിർത്തി കൊടുക്കാം. ഒരുപാട് ആൾക്കാർ 4 ഇൻഡിക്കേറ്റർ ഒന്നും പറയാതെ. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. സെൻറ്റമർ നോക്കി സെൻറ്റർ മിറർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് മിറർ നോക്കി ഷോൾഡർ ചെക്ക് ചെയ്തു. നമുക്ക് വണ്ടി കാലാണ് മെല്ലെ റോഡിൽ മാറി ചേഞ്ച് ചെയ്തു. പിന്നെ ഒന്നുകൂടി സെൻറ്റമർ നോക്കുക. ബാക്കിൽ വണ്ടി നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ വണ്ടി ഉള്ളിലുണ്ട്. നമ്മൾ ഗിവ് വേ ബോർഡാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പോകാം. ഈ ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി പോയ പോലെ ചെറിയ റൗണ്ട് 30 കിലോമീറ്റർ സ്പീഡിൽ മെല്ലെ അതിന് എക്സൽറ്റ് കുറച്ച് കൊടുത്തു വെച്ച് പിന്നെ എക്സൽറ്റ് ഉണ്ടെങ്കിൽ അതേ എക്സൽറ്റ് എന്തെങ്കിലും മെല്ലെ ആ പ്രസ്സിങ്ങിൽ തന്നെ മെല്ലെ പോയാൽ മതി. ഇനി ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. 3rd എക്സിറ്റിനോട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അതേ ട്രാക്കിൽ ഏത് ട്രാക്കിലാണോ റൗണ്ട് അബൌട്ടിൽ വരുന്നത് അതേ ട്രാക്കിൽ പുറത്തിറങ്ങുക. റൗണ്ട് അബൌട്ടിനുള്ളിൽ ലൈൻ ചേഞ്ച് അലൗഡ് ഇല്ല. സെൻറ്റർ മിറർ നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. റൈറ്റ് ഷോൾഡർ ചെക്ക് ചെയ്തിട്ട് ഈ എക്സിറ്റ് കഴിഞ്ഞ പാട് ഉള്ളിലെത്തി. ഓക്കെ ഓക്കെ, 2 സൈഡും ഹെഡ് ചെക്ക് ചെയ്യണം പെഡസ്ട്രിയനിൽ മസ്റ്റായിട്ട്. ഓക്കെ, ബാക്കത്തെ ടയർ ബ്രിഡ്ജിൽ നിന്ന് മറ്റേ സ്പീഡ് ബ്രേക്കിൽ നിന്ന് ഇറങ്ങി അവിടെ എക്സൽറ്റ് കൂട്ടാം. റൈറ്റ് നമ്മൾ പോകാൻ പറ്റില്ല എന്ന് എഴുതി അവർ നിൽക്കുന്ന ഭാഗത്ത് കാലി വെച്ച് ചില ആൾക്കാർക്ക് ഇത് നമുക്ക് റൈറ്റ് അലൗഡുള്ള സ്ഥലമാണ്. ഏറോ മാർക്കുണ്ടല്ലോ ബ്ലൂവിൽ 2. ലെഫ്റ്റും റൈറ്റും ഹെഡ് ചെക്ക് ചെയ്യണം പെഡസ്ട്രിയൽ മസ്റ്റായിട്ട്. കുറേ ദൂരം മുന്നേ തന്നെ പെഡസ്ട്രിയന് സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലത്ത് നോക്കണം എന്നുള്ളത്. ചില ആൾക്കാർ പെട്ടെന്ന് പോകും, ചില ആൾക്കാർ മേലെ നിന്ന് പോകുള്ളൂ. ഈ ബോർഡ് കണ്ടില്ല, റൈറ്റ് ഉള്ളിൽ പോകാൻ പറ്റില്ല. അങ്ങനത്തെ ബോർഡുള്ള സ്ഥലത്ത് ഒരിക്കലും കയറരുത്. ഞാൻ റൗണ്ട് അബൌട്ട് റൈറ്റാണ് പോകുന്നത്. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ ഫ്രീ റൈറ്റ് പോകാൻ പറ്റില്ല. ഇവിടെ ലൈനുള്ളതുകൊണ്ട് വലിയ ലൈനിൻ്റെ മുന്നേ കയറി ലെഫ്റ്റിൽ ചെക്ക് ചെയ്യുക. വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് പോകാം. ഓക്കെ, വണ്ടി കഴിഞ്ഞ പാട് മെല്ലെ എക്സിറ്റ് കൊടുത്ത് ഞാൻ റൈറ്റ് പോവുകയാണ്. റൈറ്റിൽ മെല്ലെ പിന്നെ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ ഏരിയ മെല്ലെ എക്സൽറ്റ് ചെറുതായിട്ട് കൊടുക്കുക. ഒരു 20 കിലോമീറ്റർ 25 ആ റേഞ്ചൊക്കെ ഓക്കെയാണ്. 25ഉം അധികമാണ്, 20 വരെയൊക്കെ ഓക്കെയാണ്. പാർക്കിങ്ങിൽ പെട്ടെന്ന് വണ്ടികൾ റിവേഴ്സ് ഇറങ്ങുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പരമാവധി
സ്ലോ ചെയ്ത് വണ്ടി ഓടിക്കുക പാർക്കിംഗ് ഏരിയയിൽ. ഓക്കെ, പല പാർക്കിംഗ് ഏരിയയിൽ മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിൽ വേണം പാർക്ക് ചെയ്യണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പരമാവധി ഉള്ളിൽ അടുപ്പിച്ചിട്ട് അതേപോലെ റൈറ്റിൽ മെല്ലെ തിരിച്ചു കൊടുത്താൽ ഉള്ളിൽ തട്ടില്ല. തിരിക്കാതെ വിടുമ്പോഴാണ് തട്ടുക. ലൈൻ്റെ ഉള്ളിൽ നോക്കി ലൈൻ ഉണ്ടെങ്കിൽ ലൈനിൻ്റെ കറക്റ്റ് അടുപ്പിക്കുന്നതിന് നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് പാർക്കിങ്. താങ്ക് യു. ഓക്കെ.